ഹായ് ഫ്രണ്ട്സ്, റാനിയാസ് മിനിയേച്ചർ കിച്ചണിന്റെ മറ്റൊരു മലയാളം എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കിച്ചൺ സെറ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഒന്ന് ഇന്ത്യയിലുള്ള കിച്ചൺ സെറ്റൊക്കെ ഒന്ന് കാണിക്കാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇന്ത്യയിലുള്ളത് വീടുകളാണ്. അപ്പോൾ ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ എൻ്റെ തട്ടുകട കാണിച്ചു തരാം. എനിക്ക് വീടുകളിൽ ആദ്യം വാപ്പി എനിക്ക് ഉണ്ടാക്കി തന്നത് തട്ടുകടയാണ്. ഇത് വുഡൊക്കെ വെച്ച് എനിക്ക് വാപ്പി ഉണ്ടാക്കി തന്നതാണ്. ഞാൻ വാപ്പിൻ്റെ അടുത്ത് കുറേ പറഞ്ഞപ്പോൾ വാപ്പി എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത് എനിക്ക് വാപ്പി ഉണ്ടാക്കി തന്നത്. ഇത് കാർഡ്ബോർഡ് വെച്ചാണ് വാപ്പി ഉണ്ടാക്കി തന്നത്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇത് എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത്, ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമെന്ന്. ഇത് കാർഡ്ബോർഡൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത്. ഇത് അന്ന് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ പിടിച്ചപ്പോൾ ചെറിയൊരു മഴ പെയ്ത് അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. ഇനി ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് ഹൗസ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എനിക്ക് വാപ്പി ഓർഡർ ചെയ്ത് തന്നതാണ്. ഇത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ബെഡ്റൂം, ബാത്റൂം, പിന്നെ ഇത് ബേബീസിന്റെ ഒക്കെ റൂം. ഇതാണ് ഹാള്. ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ. പിന്നെ നമ്മൾക്ക് ഈ ഒരു വീടിന്റെ ഡോറ് തുറക്കാനൊക്കെ പറ്റും കേട്ടോ, തുറക്കാനും അടക്കാനൊക്കെ പറ്റും. ഇനി ഞാൻ അടുത്തത് കാണിച്ചു. ഇനി ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന വണ്ടി കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ്. ഇത് ഒരു സൈക്കിളാണ്. ഇത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ പൊക്കാനും താഴ്ത്താനൊക്കെ പറ്റും, കറക്കാനൊക്കെ പറ്റും. ഇത് അങ്ങനത്തെ മോഡലാണ്. ഫിറ്റിംഗ്സ് ആണ് ഇത്. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇതൊരു ബൈക്കാണ്. എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്കൊരു മൃഗത്തിന്റെ ഫേസ് പോലെ തോന്നി. ഇനി ഞാൻ എൻ്റെ കുറച്ചും കൂടി വലിയൊരു സൈക്കിൾ കാണിച്ചു തരാം. എനിക്ക് ഈ സൈക്കിള് നല്ല ഇഷ്ടമായി. ഇതില് ഒറിജിനൽ ചെയിൻ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ കറങ്ങിയൊക്കെ ചെയ്യാം. ഇതിനും സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ ഇത് മുകളിലേക്ക് ആക്കാൻ പറ്റൂല എന്നുള്ള. ഞാൻ അടുത്ത വണ്ടി കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് എൻ്റെ ഓട്ടോറിക്ഷയാണ്. ഞാനിത് കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഓട്ടോറിക്ഷ. കുഞ്ഞി ഓട്ടോറിക്ഷയാണ്. ഞാൻ അടുത്ത വണ്ടി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സൂപ്പർ കിഡ് കാറ്. ഇത് ഒരു ചുവന്ന കാറാണ്. ഇതൊക്കെ എല്ലാ വീഡിയോസിലും കുറേ വീഡിയോസിലൊക്കെ ഞാൻ ഇന്ത്യയിലുള്ള എല്ലാ വണ്ടികളും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ അടുത്തത് ഇതൊരു JCB. ഇത് ഇങ്ങനെ പൊക്കാനും താഴ്ത്താനൊക്കെ പറ്റും കേട്ടോ. ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇത് ചെറിയൊരു കാറാണ്. ഇത് അടിപൊളി കാറാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അനങ്ങിയൊക്കെ ചെയ്യും. മാത്രമല്ല ഇതിന്റെ ഡോറ് തുറയും. ഇതാകണ്ടോ. പക്ഷേ ഇല്ലേ, ഇവിടെ പിടിക്കണ സാധനം ഉണ്ട്, എനിക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ഇത് നമ്മുടെ മിററാണ് കേട്ടോ. പക്ഷെ മിററല്ലാതെ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സീറ്റാണ് അടിപൊളി. സീറ്റ് ഇങ്ങനെ താഴ്ത്താനൊക്കെ പറ്റും. ബാക്കിലത്തെ ഇത് താഴ്ത്തുമ്പോ ബാക്കിലത്തെ കൂടി ഓട്ടോമാറ്റിക്കലി ആയിട്ട് താഴ്ത്താൻ പറ്റും. അടുത്തത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടേബിൾസും ചെയർസൊക്കെയാണ് കാണിക്കുന്നത്. ഇത് വുഡ് കൊണ്ടുള്ളതാണ് കേട്ടോ. ഇത് ഇവിടെ കുത്തിയാക്കുന്ന ഒരു കോട്ടയാണ്. ഇത് നമുക്ക് പൊക്കാനും തട്ടാനും പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊക്കാതെ കുഞ്ഞി കോട്ട, അത് നമ്മൾക്ക് ഇങ്ങനെ കുത്തി വെക്കാനൊക്കെ പറ്റും. നല്ല രസമാണ്. ഇത് വുഡ് അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചെയർസ് ആണ്. ഇത് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. നാലെണ്ണമൊക്കെ ആക്കി ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. ഇപ്പൊ നിങ്ങൾ ടേബിൾസും ചെയർസൊക്കെ കണ്ടില്ലേ. ഇനി എൻ്റെ തട്ടുകടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കാണിക്കാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ
കാണിച്ചു തരാം. പിന്നെ മണിക്കുട്ടീന്റെ കുഞ്ഞിനെയും കൂടി കാണിച്ചു തരാം. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുള്ളൂ, എന്റെ മണിക്കുട്ടീന്റെ കുഞ്ഞ്. ഇത് ഒരു ജിറാഫാണ്. ഒരു വീഡിയോയില് നിങ്ങൾ കണ്ടില്ല, എന്നെ സഹായിക്കാൻ എന്റെ ജിറാഫ് കിട്ടാൻ പാവട്ടോ. ഇനി എന്റെ മുയലാണ്, മുയൽക്കുട്ട. ഇത് കണ്ടോ, ഒരു ചെമ്മരിയാടാണ്, ഒരു ഷീപ്പാണ്. ഇതൊക്കെ ചെറിയതാട്ടോ, ഡൊമസ്റ്റിക് ആനിമൽസ് ഒക്കെ ഉണ്ട് എൻ്റെ കുറെ. ഇത് ഒട്ടകം. ഇത് ഇങ്ങനെ കുഞ്ഞിരിക്കണം, നല്ല അടിപൊളി ഒട്ടകമാണ് കേട്ടോ, മൽബനാണ്. ഇതൊരു കുതിരയാണ് കേട്ടോ, കുഞ്ഞി കുതിര. എനിക്ക് നല്ല ഇഷ്ടമായി കുതിര. വേറെയും ഉണ്ട് ഈ കളർ അല്ലാതെ. രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന രണ്ട് കുതിര കുഞ്ഞികള്. പിന്നെ ഇത് മാനാണ്, മാൻ കണ്ടില്ലേ, ഒരു കുഞ്ഞു മാൻ. ഇത് ചീറ്റയാണ് കേട്ടോ, ചീറ്റയാണ്, നല്ല സ്പീഡിൽ ഓടിപ്പോകുന്ന ഒരു ചീറ്റയാണ്. ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പപ്പറ്റിന്റെ. അപ്പൊ അത് കണ്ടിട്ടുള്ളവര്, കണ്ടിട്ട് ഇല്ലാത്തവര് ഒന്ന് കാണണം കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞിട്ട്. ഇത് കണ്ടില്ലേ സിംഹം, നിങ്ങളിപ്പൊ കടിച്ചു കഴിഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഒന്നും ചെയ്യൂല, പാവോള് എന്റെ സിംഹം. ഇത് ഈ ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ, രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ, ഗ്രീനും ഉണ്ട് ബ്രൗണും ഉണ്ട്. അടുത്ത് കാണിക്കാം. ഇത് നമ്മൾ ഒരുപാട് വീഡിയോയില് കാണിച്ച കോഴികളാണ്. ഈ കോഴിയില്ലേ നല്ല ദേഷ്യക്കാരിയാണ്, എന്നെ കൊത്തിയില്ലേ ഒരു സ്ക്വിഡ് ഗെയിമിന്റെ വീഡിയോയില്. മുമ്പടി കൊള്ളി എന്നെ കൊത്തിയതാണ്. അടുത്തത് ഞാൻ കാണിച്ചത് എന്റെ സുലുവിനെ കൂട്ടിരിക്കുകയാണ്, ഒരു ക്യാറ്റാണ് ഇത്, പക്ഷെ പേർഷ്യൻ ക്യാറ്റാണ്. ഇത് ഒരു പശുവാണ്, ബോധമാണെന്ന് എനിക്കറിയില്ല, പശു തന്നെ. ഇത് സീബ്രയാണ്. എനിക്ക് സീബ്രേന്റെ കളർ, ഞാൻ എപ്പോഴും സീബ്രേന്റെ കളർ നോക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റെഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇത് താറാവാണ് കേട്ടോ, താറാവാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് താറാവിനെ. ഇതിനൊക്കെ ഇതെന്താ പറയാ, ഇതിന് എന്താന്ന് പേര്, ചെന്നായ. അതന്നെ, ചെന്നായ എന്ന് പറയട്ടെ. ഇതിന്റെ അമ്മയുണ്ട്, രണ്ടും ഭീകരന്മാരാണ്. പിന്നെ ഇതൊരു പുലിയാണ്, പുലിയാണ് കേട്ടോ, പുലി നല്ല ഓറഞ്ച് പുലിയാണ്. അപ്പൊ ഇത് വേറൊരു താറാവും കൂടിയാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ള എൻ്റെ കയ്യില് ഇത് മൃഗങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ള. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇനി എന്റെ പ്ലാസ്റ്റിക് ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഞാൻ മിക്ക വീഡിയോയിലും യൂസ് ചെയ്യുന്ന എന്റെ ഫാനാണ് കേട്ടോ, കറങ്ങുന്നുണ്ട്. പിന്നെ ഇത് രണ്ട് ട്രീസ് ആണ്, കോക്കനട്ട് ട്രീസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ, ഇതിപ്പോ ഇതിന്റെ മൂടി കാണണം. ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇല്ലേ, അപ്പൊ ഇതിന്റെ ഒരു ഇതാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഞാൻ ഹെൽക്കത്തിന്റെ പേരൊക്കെ മറന്നു. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് ചൂലാണ് കേട്ടോ, ഇതിന്റെ പേരൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇത് അച്ചുവാരിയാണ്, ഇങ്ങനെ ചൂലൊക്കെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാം. പിന്നെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ വേസ്റ്റ് ബിന്നിലേക്കൊക്കെ ഇടണം. ഇതാക്കണ്ട, ഒരു കുഞ്ഞ് വേസ്റ്റ് ബിന്ന ചൂലും അച്ചുവാരിയാണ്. ഇത് സ്ക്രബ്ബറാണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു കപ്പ് കാണിച്ചു തരാം. കപ്പ് ഇങ്ങനെ തേച്ച് കേട്ടോ. ഇപ്പൊ സ്ക്രബ്ബർ കണ്ടില്ലേ, ഇനി ഈ കപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതുപോലത്തെ രണ്ട് കപ്പ് ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ചായയൊക്കെ കുടിക്കാം, നല്ല ടേസ്റ്റ് ആയിട്ട് കപ്പിൽ കുടിച്ച. പിന്നെ ഈ ഒരു ഗ്രീൻ കപ്പില്ലേ, അതിന്റെ 4 ടൈപ്പ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 4 ടൈപ്പ് കപ്പ് ഉണ്ട്. ഇത് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ അടുത്തത് ഇത് നമുക്ക് നൂഡിൽസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോർക്കും പിന്നെ ഒരു സ്പൂണാണ്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഉള്ള ഒരു കത്തിയാണ് ഇത്, മൂർച്ചം
ഒന്നുമില്ല, പ്ലാസ്റ്റിക് അല്ലേ. ഈ ഒരു പ്ലേറ്റ് 4 എണ്ണം കേട്ടോ, 4 എണ്ണം. ഇത് അതുപോലെ തന്നെ ഈ പ്ലേറ്റിൻ്റെ ഒപ്പം ഉള്ള 3 സ്പൂൺസ് ഉണ്ട്. 3 സ്പൂൺസും 4 പ്ലേറ്റാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മൾ സത്യത്തിൽ ഇങ്ങനെ സൂപ്പൊക്കെ കുടിക്കുന്ന ഒരു സ്പൂണാണ്. ഞാൻ അടുത്തത് ഇത് ജഗ്ഗാണ് കേട്ടോ. എനിക്ക് ഈ ജഗ്ഗിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് എന്ത് ഇഷ്ടമെന്ന് അറിയാം. കുഞ്ഞു ഇതായിട്ട് പോവുക എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ചെറിയൊരു ഇതാണ് കേട്ടോ, ജഗ്ഗല്ല. ജഗ്ഗെന്ന് എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. ഇതാ ഇങ്ങനെ പിടിക്കാൻ 2 സ്ഥലത്തും ഇങ്ങനെ കൈയുണ്ട്, അവിടെ പിടിക്കാൻ. ഇതും ജഗ്ഗാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്, കുഞ്ഞു ജഗ്ഗ്. പിന്നെ ഇതും അതുപോലത്തെ നല്ലൊരു ജഗ്ഗാണ്. ജഗ്ഗ് എൻ്റെ ഇപ്പോൾ 3 ജഗ്ഗാണ് കേട്ടോ ഉള്ളത്. ഇത് ജഗ്ഗാണെന്ന് എനിക്ക് അറിയില്ല. ഇത് ഒരു പ്ലേറ്റ് ആണ്, പക്ഷെ ഇത് എന്ത് വക്കണ പ്ലേറ്റ് ആണെന്ന് അറിയോ? സോസർ എന്ന് പറയാം. പക്ഷെ ടീൻ്റെ ഒക്കെ അങ്ങനെ ഗ്ലാസ് ഒന്നും വക്കണ സോസറില്ല. ഇത് നമ്മുടെ കാസ്ട്രോൾ വെക്കണ സോസറാണ്. കണ്ടില്ലേ, പ്ലാസ്റ്റിക്കിന്റെ കാസ്ട്രോൾ ഉണ്ട് എൻ്റെ. ഇതൊക്കെ വെക്കുന്ന സോസറാണ് ഇത്. കറക്റ്റ് ആണ് ഈ ഒരു ഹോളിൽ കയറുന്നത്. പിന്നെ ഉള്ളത് ഇതില് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ഇതിലും മൈദപ്പൊടിയൊക്കെ ഇട്ട് വെക്കണത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കിതിങ്ങനെ തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്ന ആ ഒരു ടൈപ്പ്. എൻ്റെ പേരറിയില്ല. പിന്നെ ഇത് എൻ്റെ ഉപ്പും ഭരണിയാണ്. ഇതിൽ ഞാൻ ഉപ്പ് മാത്രമേ ഉള്ളൂ, എൻ്റെ ഉപ്പും ഭരണിയാണിത്. അങ്ങനെ തുറക്കാനും അടക്കാനൊക്കെ പറ്റും. അതുപോലെ ഇതും സ്ക്രബ്ബർ തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തേച്ചിട്ടാണ് സ്ക്രബ്ബർ തന്നെയാണ്. പിന്നെ ചെയർസൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇത് നമ്മുടെ ഓയിൽ കുഴിക്കുക. എനിക്ക് ഇത് ഈ പിക്ചർ നല്ല ഇഷ്ടമായി. നമ്മുടെ റോസിൻ്റെ ഫ്ലവറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം, ഓയിലെടുത്ത് ഒഴിക്കാം, ഇങ്ങനെ ഒഴിക്കാം. നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. ഇത് എനിക്ക് എൻ്റെ ഇക്കാക്ക് തന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ബാറ്ററൊക്കെ മിക്സ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇത് നമ്മളുടെ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് കപ്പ്. ഞാൻ ഇതിൽ പഞ്ചസാരയ്ക്ക് ഇട്ട് വെക്കുക, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇനി ഞാൻ എൻ്റെ പ്ലാസ്റ്റിക് ഐറ്റംസ് മൊത്തം ഇവിടെ തീർന്നു. ഇനി ഞാൻ അടുത്തത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇനി ഞാൻ എൻ്റെ ഒറിജിനൽ ചില്ലിൻ്റെ കപ്പ് ആൻഡ് സോസർ കാണിച്ചു തരാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചതാണ് കേട്ടോ. ഇതും അതെ, ഇതൊരു സെറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക. ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇത് ഒരു കുഞ്ഞി കപ്പാണ്, നല്ല ഭംഗിയുള്ള ഒരു കപ്പാണ്. ഇതിൻ്റെ ഒപ്പം സോസർ ഉണ്ട്. ഞാൻ ആ സോസറും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് തുറന്ന് സോസർ കൂടി വെക്കാം. കണ്ടില്ലേ, ആ ലുക്ക് തന്നെ അങ്ങോട്ട് മാറി. സോസർ കൂടി വന്നപ്പോൾ അടിപൊളിയായി. അതുപോലത്തെ തന്നെ സെയിം കപ്പ് ഉണ്ട്, പിക്ചേഴ്സ് വേറെയാണ്, പക്ഷെ ഇതിന് സോസർ ഇല്ല കേട്ടോ. 2 നല്ല ഭംഗിയുള്ള കപ്പാണ്, നല്ല രസമാണ്. എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കപ്പൊക്കെ നല്ല ഇഷ്ടമാണ്. ചില്ല് ഒറിജിനൽ മെറ്റീരിയൽ ആണ്. ഇത് ഇങ്ങനെ പൊട്ടിപ്പോവും. ഇത് ചില്ലിൻ്റെ ആണ് കപ്പ് ആൻഡ് സോസർ. അപ്പോൾ ഞാൻ അടുത്തത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് ഞാൻ കാണിക്കാൻ മറന്നു പോയി. എൻ്റെ തട്ടുകടയിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് റാന്തലാണ്. ഇത് ഇവിടെ നിന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നല്ല വെളിച്ചമുള്ളത് കാരണം ഓൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. ഒരു റെഡ് ലൈറ്റ് ആണ് കേട്ടോ. വീട്ടത്തൊക്കെ നമുക്ക് നല്ലോണം ഇങ്ങനെ തെളിഞ്ഞ് കാണും കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനി ഞാൻ എൻ്റെ കുറച്ച് മൺകലങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് കണ്ട് ഇതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള മൺകലങ്ങളാണ്. ഇത് യൂസ് ചെയ്ത് കരി പിടിച്ച് ഇതിൻ്റെ തന്നെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് കരിയൊക്കെ പിടിച്ച മൺകലങ്ങൾ ഇതാണ്. ഇത്രയുമാണ് ഞാൻ യൂസ് ചെയ്ത് കരി പിടിച്ച മൺകലങ്ങൾ. അത് കാരണം തന്നെ ഞാൻ പുതിയ മൺകലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിക്ക് ഞാൻ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സായതുകൊണ്ട് ഇതിലൊന്നും കരി പിടിച്ചില്ല, പക്ഷെ ഇത് പണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ
ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇത് ചീനച്ചട്ടിയാണ്, ഒരു മൺകലത്തിന്റെ ചീനച്ചട്ടിയാണ്. ഇത് അടപ്പാട്ടോ. ഇത് നമ്മുടെ കുടം കാണിച്ചൊന്നുമില്ലല്ലോ, കുടം കണ്ട ഈ കുഞ്ഞി കുടത്തിന്റെ അടപ്പാണിത്, മൂടി ആണ്. പിന്നെ ഇത് നമ്മൾക്ക് ഈ 3 പാത്രത്തിനും യൂസ് ചെയ്യാം, കുടത്തിനും യൂസ് ചെയ്യാം, പക്ഷെ വലുതാണ് കുറച്ച്. ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ ഇങ്ങനെ അടിച്ചു വെക്കാം, ചോറ് പാത്രത്തിൽ അടിച്ചു വെക്കാം, അതുപോലെ ഈ ഒരു കലത്തില് കറിയൊക്കെ വെക്കുന്ന കലത്തിൽ അടച്ച് ഒക്കെ വെക്കാം. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇനിയുള്ളത് അമ്മിക്കല്ല് ഒരലാണ്, ഒറിജിനൽ സ്റ്റോൺ ആണ് ഇത്. ഇത് നമുക്ക് ഇങ്ങനെ അരക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ അരക്കാം, കുഞ്ഞിതായാലും പോലെ. ഇത് നമ്മൾക്ക് ചതക്കാട്ടോ, നല്ലോണം ഒറിജിനൽ ആയിട്ട് നല്ലോണം ചതഞ്ഞ് കിട്ടൂട്ടോ. ഇതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? എന്റെ കൂടെ ഒരാൾ വരാനുണ്ട്, സുലു ഉപ്പ അങ്ങോട്ട് പോയി. ഇനി ഇത് എപ്പോഴാ വന്നെന്ന് അറിയില്ല, കറി തിരിച്ചാണ് വരുള്ളൂ. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇനി അടുത്തത് എന്റെ അയൺസിന്റെ ഐറ്റംസ് ഒക്കെയാണ്. ഇത് ഞാൻ എല്ലാം ഇവിടെ വച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താന്ന്. ഉണ്ണിയപ്പച്ചട്ടി, പിന്നെ ഇത് ഓക്കെ ഇതെല്ലാം വച്ചിട്ടുണ്ട്. എനിക്ക് കൊട്ട നല്ല ഇഷ്ടമായി. ഇത് അടപ്പാട്ടോ, നല്ല അയണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല കനമൊക്കെ ഉള്ള അടപ്പാണ്, നല്ല അടപ്പാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ചപ്പാത്തിക്കല്ലൊക്കെ ആക്കിയിട്ടുണ്ട്, പത്തിരിക്കല്ലാക്കിയിട്ടുണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ. ഇത് നമ്മൾക്ക് ഇവിടെ 2 സൈഡിലും അടപ്പ് കത്തിച്ചിട്ട് ഇത് വെക്കാം, അപ്പൊ പെട്ടെന്ന് തന്നെ ചൂടാവും കേട്ടോ, നല്ല കനവുമുണ്ട്. ഇത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. എന്ത് കുഞ്ഞു കുഴിയാന്ന് നോക്കി, ഇതില് 7 കുഴികളുണ്ട് കേട്ടോ, കുഞ്ഞ് 7 കുഴികള്. ഇത് ഉണ്ണിയപ്പച്ചട്ടിയാണ്, ഇതില് 7 ഹോളുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്, കുഞ്ഞു ഹോളാണ്. ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കുമ്പോൾ എന്ത് കുഞ്ഞാളൊക്കെ. ഇത് ഉണ്ണിയപ്പം കുത്താൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ്, ഉണ്ണിയപ്പം കുത്തണ ഒരു സ്റ്റിക്കാണ്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് വടി പോലെ ഉണ്ട്, വലിയ കനമില്ല, എന്നാലും നല്ല കട്ടിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇത് ഒരു ചീനച്ചട്ടിയാണ്, കുഞ്ഞ് ഇരുമ്പിന്റെ ചീനച്ചട്ടി. ഇതും നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇത് ഇതുപോലെ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ ഇത് ഇരുമ്പിന്റെ ചട്ടകമാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചട്ടകൾക്ക് അങ്ങനെ വെക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് ഉണ്ട്, ഇതൊരു പാനാണ് കേട്ടോ. ഇത് നമ്മൾ ദോശയ്ക്ക് ചുട്ടെടുക്കാൻ പറ്റിയ പാനാണ്. പിന്നെ ഈ ഒരു ചട്ടകം എൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ട്, ഇരുമ്പിന്റെ ചട്ടകം. ഈ ഒരു പാനൊക്കെ നല്ല അടിപൊളിയാണ്, നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റിയൊരു പാനാണ്. ഇനി നമുക്ക് അടുത്തത് കാണാം. ഇനിയുള്ളത് എൻ്റെ ബ്രാസ് ഐറ്റംസ് ആണ്. ഇത് അടപ്പാണ്, അടപ്പയ്ക്ക് എനിക്ക് എൻ്റെ ഉമ്മയാണ് കത്തിച്ച് തരുന്നത്. ഈ ക്യാപ്പ് ഉരുട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് തിരിയിട്ട് കത്തിക്കണം. ഇത് അതുപോലെയുള്ള ഒരു ഏലക്കയും അതുപോലെയുള്ള എല്ലാം ഇങ്ങനെ ചതയ്ക്കാൻ പറ്റിയ ഒരു ഊരലെന്നും പറയാൻ നമുക്ക് ഇങ്ങനെ ചെയ്യും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രാസ് ആണ് ഇത്, നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്തത് എൻ്റെ ഉള്ളത് സ്റ്റീൽ പാത്രങ്ങളുടെ കളക്ഷൻസ് ആണ്. അതെല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ്. എൻ്റെ 200 സംതിങ് ഉണ്ട്.